ഒരിക്കലൊരു കൺവെൻഷൻ കഴിഞ്ഞ് യോഗം പിരിഞ്ഞ് ആളുകൾ പുറത്തേക്ക് പോവുകയാണ്. ആളുകൾ പന്തലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യോഗത്തിൽ സംബന്ധിച്ച ഒരു സഹോദരി പന്തലിന് വെളിയിൽ ആ മുറ്റത്ത് ഒന്ന് നിന്നു. നിന്ന ശേഷം ആത്മഗതം എന്ന വണ്ണം അവൾ ഇങ്ങനെ പറഞ്ഞു, വന്നത് നന്നായി, വന്നത് നന്നായി. അപ്പോൾ ഇത് കേട്ടടുത്തു നിന്നിരുന്ന ഒരു മാതാവ് അങ്ങോട്ട് ചെന്ന് അവളുടെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, അങ്ങനെയല്ല, വന്നത് നന്നായി എന്നല്ല, വന്നതിനേക്കാൾ നന്നായി എന്ന് വേണം പറയാൻ. വന്നതു നന്നായി എന്നല്ല, വന്നതിനേക്കാൾ നന്നായി എന്ന് വേണം പറയാൻ. വന്നത് നന്നായി, ഇത് നമുക്കൊക്കെ ഒരു പക്ഷേ പറയാൻ കഴിഞ്ഞേക്കാം. പ്രസംഗത്തിൻ്റെ ശൈലിയും പ്രസംഗകൻ്റെ ഭാഷയും ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളും ചേർത്ത് പറയുന്ന ഫലിതങ്ങളുമൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമുക്കൊക്കെ അത് പറയാൻ കഴിയും, വന്നത് നന്നായി. എന്നാൽ വന്നതിനേക്കാൾ നന്നായി എന്ന ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ കേൾക്കുന്ന വചനം ദൈവവചനമായി ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അതിനനുസരണമായി ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നീട് അവർ ജീവിക്കുന്ന സമൂഹത്തോട് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ കഴിയും, വന്നതിനേക്കാൾ നന്നായി. 67ാമത് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന കൺവെൻഷൻ ഞായറാഴ്ച പിരിഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോൾ വന്നതും നന്നായി എന്ന് വെറുതെ പറഞ്ഞ് പ്രസംഗങ്ങൾക്ക് മാർക്കിട്ട് പോകാതെ വരുംകാലങ്ങളിൽ വന്നതിനേക്കാൾ നന്നായി എന്ന് ഈ സമൂഹത്തോട് നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ ദൈവം നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ദൈവജനത്തിൻ്റെ വിലപ്പെട്ട പ്രാർത്ഥന ഈ രാത്രിയിലത്തെ ശുശ്രൂഷയ്ക്കായി വളരെ വിനയത്തോടെ അപേക്ഷിച്ചുകൊണ്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശം നൽകിയ ഒരു സന്ദേശം പങ്കുവെക്കുന്നതിനടിസ്ഥാനമായി പരിചിതമായ ഒരു വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിങ്ങളുടെ ഒരാൾക്ക് ആദ്യമേ ശബ്ദമുയർത്തി വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യം. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സന്ധ്യയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് നിൻ്റെ ജനമായി ഞങ്ങൾക്കൊരുമിച്ച് ഈ കൂടാരത്തിൻ്റെ മറവിൽ അവിടുത്തെ പാദപീഠത്തിൽ തിരുവചനത്തിൻ്റെ തണലിൽ ചേർന്നിരിപ്പാൻ നീ ഞങ്ങൾക്കൊരുക്കിയ നല്ല സാവകാശത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ ദിനങ്ങളിൽ ഈ പന്തലിൻ്റെ ഉള്ളിൽ നീ കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ ജനത്തോട് നീ ഇടപെട്ട നിൻ്റെ സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലും നീ കൊണ്ടുവന്നിരിക്കുന്ന നിൻ്റെ ജനത്തോട് നീ തന്നെ സംസാരിക്കണമേ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കിയിരിക്കുന്ന വിശുദ്ധമായ തിരുവചനം കൊണ്ട് വിലപ്പെട്ട നിൻ്റെ മക്കളെ ശുശ്രൂഷിപ്പാൻ ഏഴയുടെ മേൽ ദൈവകൃപ പകരണമേ. അടിയനെ ക്രൂശിൻ്റെ പുറകിൽ മറയ്ക്കുകയും നിൻ്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും തിരുനാമത്തെ ഞങ്ങളെല്ലാവരിലൂടെയും മഹത്വപ്പെടുത്തുകയും ചെയ്യണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തെ ചില വേദചിന്തകന്മാർ വിളിക്കുന്നത് ദ വെസ്റ്റ്മിൻസ്റ്റർ ആബി ഓഫ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് എന്നാണ്. പുതിയ നിയമത്തിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബി. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബി ലോകപ്രസിദ്ധമാണ്, നമുക്കൊക്കെ അറിയാം. വെസ്റ്റ്മിൻസ്റ്റർ ആബിയെ വിശ്വപ്രസിദ്ധമാക്കുന്നത് അവിടെയുള്ള ഒരു ദൈവാലയത്തിനുള്ളിലും അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന കുറേ ശവകുടീരങ്ങളാണ്.
ബ്രിട്ടന്റെ ചരിത്രത്തിലെ യുഗപ്രഭാവന്മാരായ സമുന്നത വ്യക്തിത്വങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി. നാം ആ ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പള്ളിക്കുള്ളിലും അതിൻ്റെ പരിസരങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ഇടത്തൂർന്ന് കിടക്കുന്ന 100 കണക്കിന് ശവക്കല്ലറകൾ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അവയ്ക്കിടയിലൂടെ നാം മുന്നോട്ട് നീങ്ങിയാൽ ആ കല്ലറകളിൽ ഓരോന്നിലും ആർ വിശ്രമിക്കുന്നു എന്നും ഏത് മേഖലയിൽ അവർ പ്രശസ്തരായിരുന്നു എന്നും മറ്റുമുള്ള ലഘു വിവരണങ്ങൾ നമുക്ക് ലഭ്യമാണ്. തങ്ങൾ വ്യാപരിച്ച ജീവിത മേഖലകളിൽ ബ്രിട്ടന്റെ യശസ് ഉയർത്തിപ്പിടിച്ച കാലത്തിന് മറക്കാൻ കഴിയാത്ത കരുത്തന്മാരായ വ്യക്തിത്വങ്ങളാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ കൂട്ടത്തിൽ ചക്രവർത്തിമാരുണ്ട്, സൈന്യാധിപന്മാരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, കവികളുണ്ട്, ചിത്രകാരന്മാരുണ്ട്, സുവിശേഷകരുണ്ട്, സാധാരണ പടയാളികളുണ്ട്. ഇങ്ങനെ തങ്ങൾ ജീവിച്ച മേഖലകളിൽ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ച സമുന്നത വ്യക്തിത്വങ്ങൾ. എബ്രായ ലേഖനം 11-ാം അധ്യായം പഴയ നിയമ ചരിത്രത്തിലെ കരുത്തന്മാരായ കാലത്തിന് മറക്കാൻ കഴിയാത്ത ചില വ്യക്തിത്വങ്ങളെ ചുരുങ്ങിയ വാക്കുകളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ അധ്യായത്തിലൂടെ. ഹാബേലിൽ നിന്നാരംഭിച്ച് ഹാനോക്കിലൂടെ, നോഹയിലൂടെ, അബ്രഹാമിലൂടെ, ഇസ്ഹാക്കിലൂടെ, യാക്കോബിലൂടെ, ജോസഫിലൂടെ ഇങ്ങനെ നീളുന്ന വിശ്വാസ വീരന്മാരുടെ നീണ്ട ശ്രേണി ഈ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ ഈ എബ്രായ ലേഖനം 11-ാം അധ്യായം നാം ശ്രദ്ധാപൂർവം ഒന്ന് വായിച്ചാൽ അവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില വസ്തുതകൾ കാണുവാൻ കഴിയും. ഒന്നാമത്തെ വസ്തുത, മാനുഷികമായ ബുദ്ധി കൊണ്ട് പരിഗണിച്ചിരുന്നെങ്കിൽ നിശ്ചയമായും ഇവിടെ ചേർക്കപ്പെടേണ്ട ചില പ്രഗത്ഭന്മാരുടെ പേരുകൾ ഈ അധ്യായത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞ ആദാമിൻ്റെ പേർ ഈ അധ്യായത്തിൽ ചേർക്കപ്പെട്ടിട്ടില്ല. ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗലിനെ കുറിച്ച് ഈ അധ്യായത്തിൽ യാതൊരു പരാമർശവും ഇല്ല. ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമനെയും ഈ അധ്യായത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ പ്രഗത്ഭരായ പ്രശസ്തരായ പലരെയും ഈ അധ്യായത്തിൽ ദൈവാത്മാവ് ഒഴിവാക്കിയിരിക്കുമ്പോൾ അവിടെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം, മാനുഷികമായ ബുദ്ധിയിൽ പരിഗണിച്ചിരുന്നുവെങ്കിൽ നിശ്ചയമായും ഇവിടെ ചേർക്കപ്പെടാൻ പാടില്ലാത്ത ചിലരുടെ പേരുകൾ പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. രാഹാബ് എന്ന വേശ്യയെ ഈ അധ്യായം ഒരു വിശുദ്ധയായി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ് തകർന്നുപോയ ദാവീദിനെ ഒരു വിശ്വാസ വീരനായി ഈ അധ്യായം നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ വിസ്മയനീയമായ ദൈവകൃപ എന്നല്ലാതെ നമുക്ക് ഒന്നും പറയുവാൻ കഴിയുകയില്ല. ഈ രാത്രിയിൽ എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും അതുമാത്രമാണ്. അശുദ്ധരെ വിശുദ്ധരാക്കുന്ന ദൈവത്തിൻ്റെ കൃപ, അയോഗ്യരെ യോഗ്യരാക്കുന്ന ദൈവകൃപ നമ്മെയും ഒന്ന് സന്ദർശിച്ചിരുന്നു എങ്കിൽ. ദൈവത്തിൻ്റെ കൃപ വിസ്മയനീയമാണ്, വിശദീകരിക്കാൻ വ്യാഖ്യാനിക്കാൻ കഴിയാത്തത് ആണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മാരാമൺ കൺവെൻഷനോട് ചേർന്നുള്ള യുവവേദി സമ്മേളനത്തിൽ പ്രഭാഷകനായി എത്തിയ ഓർത്തഡോക്സ് സഭയുടെ അനുഗ്രഹീതനായ മെത്രാപ്പൊലിത്ത മാർ ഒസ്താത്യോസ് തിരുമേനി, അഭിമന്യ തിരുമേനിയുടെ പ്രഭാഷണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെങ്കിലും ഒരിക്കൽ സ്വർഗത്തിൽ ചെല്ലാനിടയായാൽ
അവിടെ എന്നെ അതിശയിപ്പിക്കുന്ന 3 കാര്യങ്ങൾ ഉണ്ടാകും. ശ്രോതാക്കൾക്ക് വളരെ ജിജ്ഞാസയായി എന്താകാം ഒസ്താത്യോസ് തിരുമേനിയെ അത്ഭുതപ്പെടുത്താൻ സ്വർഗത്തിൽ കാത്തിരിക്കുന്ന ഈ കാര്യങ്ങൾ തിരുമേനി തന്നെ വിശദീകരിച്ചു. ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ എന്നെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന 1-ാമത്തെ കാര്യം, ലോകത്തിൽ ഭൂമിയിൽ വെച്ച് ഞാൻ ചില മനുഷ്യരെക്കുറിച്ച് ഉറപ്പായി കരുതിയിട്ടുണ്ട്. ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ ഇവനും അവനും അവളും അവനും ഒക്കെ അവിടെ ഉണ്ടാകും എന്ന്. അങ്ങനെ ഞാൻ അവിടെ വെച്ച് കരുതിയ പലരെയും ഇവിടെ കാണുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന 1-ാമത്തെ വസ്തുത. 2-ാമത്തെ കാര്യം, ഞാൻ അവിടെ ലോകത്തിൽ വെച്ച് ഭൂമിയിൽ വെച്ച് ചിലരെക്കുറിച്ച് മുൻവിധിയോടെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ടിട്ടുണ്ട്. ഈ സ്വർഗമെന്ന സ്ഥലം തരിശു കടന്നാലും ഇവനോ ഇവളോ അവനോ അവളോ ഒന്നും അവിടെ എത്താൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ വെച്ച് മുൻവിധിയോടെ കണ്ട ചിലരൊക്കെ സ്വർഗത്തിൽ എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്നത് കാണുമ്പോൾ അത് അവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന 2-ാമത്തെ വസ്തുതയാകും. ഇനി അദ്ദേഹത്തെ സ്വർഗത്തിൽ അത്ഭുതപ്പെടുത്തുന്ന 3-ാമത്തെ കാര്യം എന്താണ് എന്നല്ലേ ഒസ്താത്യോസ് തിരുമേനി തുടർന്ന് പറഞ്ഞു. സ്വർഗത്തിൽ ഞാൻ എത്തുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന 3-ാമത്തെ കാര്യം, ഇവിടെ സ്വർഗത്തിലെ കാര്യപരിപാടികൾ എൻ്റെ ചിന്തകൾക്കും കണക്കുകൂട്ടലുകൾക്കും ഒക്കെ വിരുദ്ധമായി തല കീഴായി തകിടം മറിഞ്ഞിട്ടും ഈ ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന 3-ാമത്തെ കാര്യം. ഈ സന്ധ്യയിൽ ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവകൃപ വിസ്മയനീയമാണ്, വിശദീകരിക്കാൻ കഴിയാത്തതാണ്. ഈ വിശ്വാസ വീരന്മാരുടെ നിരയിൽ 2-ാമതായി നിലകൊള്ളുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഈ രാത്രിയിലത്തെ നമ്മുടെ ചിന്ത വിഷയം. ഹാനോക്ക് എന്ന ഒരു സാധാരണ മനുഷ്യൻ. ദൈവവചനത്തിൽ ഹാനോക്കിനെ കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും അത്ഭുതങ്ങളോ അടയാളങ്ങളോ വീര്യപ്രവൃത്തികളോ എന്തെങ്കിലും ചെയ്തതായി രേഖകളില്ല. ഹാനോക്കൊരു അമാനുഷികനോ അതിമാനുഷനോ ആയിരുന്നില്ല. എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും മാംസരക്തങ്ങളോട് കൂടിയ ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്മാരകശിലയിൽ സൃഷ്ടിതാവായ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ എത്ര ശ്രേഷ്ഠമാണ് എന്ന് നാം ഓർക്കുക. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് തമ്പുരാൻ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ രാത്രിയിൽ തുടർന്നുള്ള സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ ഹാനോക്കിൻ്റെ ജീവിതം ഇത്ര ശ്രേഷ്ഠമായി അർത്ഥപൂർണമായി തീരുവാൻ വേദപുസ്തകം പറയുന്ന ചില കാരണങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളുമായി പങ്കുവെച്ച് എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തോട് ചേർന്നിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഹാനോക്കിനെ കുറിച്ച് ദൈവവചനത്തിൽ നാം ആദ്യമായി വായിക്കുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വചന ഭാഗം എടുത്തവർക്ക്, മൈക്കിനെടുത്തിരിക്കുന്നവർക്ക് ഒന്ന് വായിക്കാമെങ്കിൽ. അവിടെ നാം വായിച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്കിൻ്റെ ജീവിതം വിജയകരവും അർത്ഥപൂർണവുമായി തീരുവാനുള്ള
പ്രധാന കാരണം, പ്രഥമ കാരണം അത് തന്നെയാണ്. ഹി വോക്ക്ഡ് വിത്ത് ഗോഡ്. അവൻ ദൈവത്തോട് കൂടെ നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ദൈവവചനം പങ്കുവച്ച ബഹുമാന്യരായ അച്ഛന്മാരൊക്കെ മനുഷ്യ സൃഷ്ടിയുടെ പിന്നിലെ മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുകയുണ്ടായല്ലോ. ബഹുമാനപ്പെട്ട A.T. സക്രിയാച്ചൻ ഉൾപ്പെടെ ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച ഏദനിലാക്കുമ്പോൾ ആ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉന്നതമായ താല്പര്യം, ദൈവ സൃഷ്ടിയുടെ മകുടമായ പ്രപഞ്ചത്തിൻ്റെ മഹത്വമായ ഈ മനുഷ്യൻ എന്നും എക്കാലത്തും ദൈവത്തോട് കൂടെ നടക്കണമെന്നും ദൈവവുമായുള്ള കൂട്ടായ്മയിൽ അവൻ എക്കാലവും ജീവിക്കണമെന്നുമുള്ള ഉന്നതമായ ഉദ്ദേശത്തോടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത്. ആ കാരണത്താൽ തന്നെ നമുക്കറിയാം, മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫോർമുലയാണ് മനുഷ്യ സൃഷ്ടിക്ക് ദൈവം ഉപയോഗിച്ചതെന്നും ദൈവവചനം നമ്മോട് പറയുന്നുണ്ട്. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഈ താല്പര്യം അങ്ങനെ തന്നെ നിവർത്തിച്ചിരുന്നതായി ദൈവവചനത്തിൻ്റെ താളുകൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. മനുഷ്യ സൃഷ്ടിക്ക് ശേഷമുള്ള ദിനങ്ങൾ, ഓരോ ദിവസവും വെയിലാറുമ്പോൾ തൻ്റെ സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ തേടി ഏദനിലേക്ക് വരുന്ന ദൈവം, ദൈവത്തിൻ്റെ കാൽപെരുമാറ്റത്തിൻ്റെ ശബ്ദം ഏദനിൽ കേട്ടിട്ട് അവൻ്റെ സവിധത്തിലേക്ക് ഓടിച്ചെല്ലുന്ന മനുഷ്യൻ, ദൈവവും മനുഷ്യനും കരങ്ങൾ ചേർത്ത് പിടിച്ച് ഏദന്റെ വീഥികളിലൂടെ നടന്നിരുന്ന മനുഷ്യ സൃഷ്ടിയുടെ സൗഭാഗ്യപൂർണമായ ആരംഭ നാളുകൾ, പാപം ചെയ്ത ആദ്യ മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ സന്ധ്യയിലും ദൈവം മനുഷ്യനെ തേടി ഏദനിലേക്ക് വരികയാണ്. തൊട്ടു തലേ സന്ധ്യയിൽ ദൈവത്തിൻ്റെ കാലൊച്ച കേട്ട് ഓടി വന്ന മനുഷ്യനെ അവിടെയെങ്ങും കാണാതെ ദൈവം ഏദൻ പൂങ്കാവനത്തിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ മനുഷ്യനോ ദൈവ സാന്നിധ്യത്തെ ഭയപ്പെട്ട് തോട്ടത്തിലെ വൃക്ഷങ്ങൾക്കിടയിൽ ദൈവത്തിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സ്നേഹത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ ദൈവം ഏദൻ പൂങ്കാവനത്തിന് നടുവിൽ നിന്ന് വേദനയോടെ തൻ്റെ മനുഷ്യനെ വിളിക്കുകയാണ്. ആദമേ, നീ എവിടെ? ഇന്ന് ഈ സന്ധ്യയിൽ ഈ പന്തലിനുള്ളിലും ഇതിന്റെ പരിസരങ്ങളിലുമായി വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എപ്പേർപ്പെട്ടവരുമേ, ദൈവത്തിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്ന, ഒളിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു മനുഷ്യനെയും കുറിച്ച് പൊള്ളുന്ന ഒരു ഹൃദയം, നോവുന്ന ഒരു ഹൃദയം ദൈവത്തിനുണ്ട് എന്ന് രാത്രി നാം തിരിച്ചറിയണം. പ്രിയ സ്നേഹിത, പ്രിയപ്പെട്ട സഹോദരി, നിന്റെ പെറ്റമ്മയേക്കാൾ, നിന്റെ പിതാവിനേക്കാൾ നിന്നെക്കുറിച്ച് വേദനിക്കുന്ന ഒരു ഹൃദയം നിന്റെ സൃഷ്ടിതാവിനുണ്ടെന്ന് നീ അറിയുക. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്. ആദാമ്യ തലമുറകൾ ഓരോന്ന് കഴിയുന്തോറും പാപം സൃഷ്ടിച്ച വിടവ് വർദ്ധിച്ചു വന്നതായി തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. സകല മനുഷ്യരും ഒരുപോലെ അനാത്മികരും ദൈവദ്വേഷികളുമായി പാപത്തിൻ്റെയും അശുദ്ധിയുടെയും അനീതിയുടെയും പാതയിൽ മുന്നോട്ട് ചരിക്കുന്ന ഒരു വല്ലാത്ത കാലം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വായനക്കാരുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രസ്താവന ഇങ്ങനെയാണ് കാണുന്നത്: മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട് യഹോവ അനുതപിച്ചു, അതവൻ്റെ ഹൃദയത്തിന് ദുഃഖകരമായി. ഈ മനുഷ്യനെ തൻ്റെ ഛായയിൽ ഭൂമിയിൽ സൃഷ്ടിക്കേണ്ടി വന്നതിൽ സൃഷ്ടിതാവായ ദൈവം തമ്പുരാന്റെ തിരുഹൃദയത്തിന്
ദുഃഖം തോന്നത്തക്ക വിധത്തിൽ മനുഷ്യന്റെ പാപത്തിന്റെ മ്ലേച്ഛത ഭൂമിയിൽ പെരുകി വർദ്ധിച്ചു. ഇങ്ങനെ സകല മനുഷ്യരും ഒരുപോലെ ദൈവദ്വേഷികളും അനാത്മികരുമായി പാപത്തിന്റെ കുത്തൊഴുക്കിൽ മുന്നോട്ട് ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്കൊപ്പം അതേ ദിശയിൽ ഒഴുകി നീങ്ങിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതകരമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ട വാക്യം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ആ തലമുറയിൽ ജീവിച്ചിരുന്ന സകല മനുഷ്യർക്കുമൊപ്പം ഈ ഹാനോക്കും അതേ ദിശയിൽ മുന്നോട്ട് ഒഴുകി നീങ്ങിക്കൊണ്ടിരുന്നവനാണ്. എന്നാൽ ഒരു ദിവസം അവന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കുന്നു. അവന് കുത്തൊഴുക്കിന് എതിരെ നീന്താൻ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തെക്കുറിച്ചാണ് തിരുവചനം പറയുന്നത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എന്താകാം അന്ന് തലമുറയിൽ ജീവിച്ചിരുന്ന മറ്റൊരുത്തർക്കും തോന്നാതിരുന്ന ഈ നല്ല ബുദ്ധി ഹാനോക്കിന് തോന്നാൻ കാരണം? ഇപ്പോൾ ഇവിടെ വായിക്കപ്പെട്ട ആ വേദഭാഗം ശ്രദ്ധിച്ചാൽ ഹാനോക്കിനെ അനുഗ്രഹീതമായ തീരുമാനത്തിലേക്ക് നയിച്ച ഒരു സംഭവം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നാം ഇങ്ങനെയാണ് ആ വേദഭാഗം വായിച്ചു കേട്ടത്. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെത്തൂശലേഹിനെ ജനിപ്പിച്ചു. മെത്തൂശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്നിങ്ങനെയാണ് നാം വായിച്ചു കേട്ടത്. ആ ഖണ്ഡികയിൽ 365 വർഷങ്ങൾ ദൈർഘ്യമുള്ള ഹാനോക്കിന്റെ ആയുസ്സിന്റെ 65-ാം സംവത്സരത്തിൽ സംഭവിച്ച 2 കാര്യങ്ങളെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. 65-ാമത്തെ വയസ്സിൽ ഹാനോക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ച 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, 65-ാമത്തെ വയസ്സിലാണ് ഹാനോക്കിന് തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ആദ്യമായി ഒരാൺകുഞ്ഞ് ജനിക്കുന്നത്. മെത്തൂശലേഹ് എന്ന തൻ്റെ മകൻ തനിക്ക് ജനിക്കുന്നത് 65-ാമത്തെ വയസ്സിൽ. 65-ാമത്തെ വയസ്സിൽ നടന്ന 2ാമത്തെ സംഭവം, ഈ മകൻ തനിക്ക് ജനിച്ച അതേ 65-ാം വയസ്സിലാണ് ദൈവത്തോട് കൂടെ നടക്കാനുള്ള ഹാനോക്കിന്റെ ജീവിതത്തിലെ സുപ്രധാനമായ തീരുമാനം ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2 സംഭവങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. തീർച്ചയായും ഈ 2 സംഭവങ്ങൾ തമ്മിൽ വളരെ വ്യക്തമായ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം എന്ന് അറിയണമെങ്കിൽ ഹാനോക്ക് തൻ്റെ പുത്രനിട്ടിരിക്കുന്ന ആ പേരിൻ്റെ അർത്ഥം, അഥവാ മെത്തൂശാലേഹ് എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം നാം ഗ്രഹിച്ചിരിക്കണം. നമുക്കൊക്കെ അറിവുള്ളതുപോലെ വേദപുസ്തക കാലയളവുകളിൽ അന്ന് മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇട്ടിട്ടുള്ള പേരുകളൊക്കെ അർത്ഥമുള്ള, ആഴമായ അർത്ഥമുള്ള പേരുകളാണ് അന്ന് മാതാപിതാക്കൾ മക്കൾക്ക് ഇട്ടിട്ടുള്ളത്. നോഹയ്ക്ക് പേരിടാൻ കാരണം ദൈവം ശപിച്ച ഭൂമിയിൽ നമ്മുടെ കഷ്ടകാലത്ത് ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവൻ നോഹ, കംഫർട്ടർ, ആശ്വാസപ്രദൻ എന്നർത്ഥമുള്ള നോഹ എന്ന പേരിടുന്നത്. മോശയ്ക്ക് ഇട്ട പേരും നമുക്കറിയാം, അർത്ഥമുള്ളതാണ്. നീല നദിയുടെ ഓളങ്ങളിൽ ജാങ്ങണപ്പെട്ടകത്തിൽ ഒഴുകി നടന്ന ഈ കുഞ്ഞിനെ ഫറവോന്റെ പുത്രി കണ്ട് എടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന്
പിന്നെ ഈ ശിശുവിന് പേരിടേണ്ട സമയം വരുമ്പോൾ ആ സംഭവത്തെ ഓർത്തിട്ട് പറയുകയാണ്, ഇവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവന് മോശെ എന്ന പേരിട്ടു. യേശു എന്ന പേരിനും അർത്ഥമുണ്ട്. ഗബ്രിയേൽ ദൂതൻ ജോസഫിനോട് സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് പറയുകയാണ്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടിവെപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. ഞാൻ പറഞ്ഞത് ബൈബിളിലെ എല്ലാ പേരുകൾക്കും അർത്ഥമുണ്ട് എന്നാണ്. സന്ദർഭവശാൽ വെറുതെ ഒന്ന് ചോദിക്കട്ടെ, മാതാപിതാക്കൾ ഇന്ന് മക്കൾക്കൊക്കെ ഇട്ടു നൽകുന്ന പേരുകൾക്കൊക്കെ എന്താ അർത്ഥം? എവിടെ നിന്നെങ്കിലും രണ്ട് അക്ഷരം കൂട്ടിമുട്ടിച്ചാൽ പിള്ളേർക്കൊക്കെ ഇന്ന് പേരായി. കൊടുവെന്നും കുക്കുവെന്നും കുട്ടുവെന്നും പൊട്ടുവെന്നും എന്തെല്ലാം പേരുകൾ. പക്ഷേ ആധുനിക മനഃശാസ്ത്രം പറയുന്ന ഒരു കാര്യം, ഒരു കുഞ്ഞിനെ നാം ഇട്ടു വിളിക്കുന്ന ഒരു പേര്, വിളിപ്പേര്, അത് വെറും ഒരു വിളിപ്പേര് മാത്രമല്ല. ആ പേരിന് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്വഭാവത്തെയും ഭാവിയെയും ഒക്കെ സ്വാധീനിക്കാനുള്ള ശക്തി ഉണ്ടാകും എന്നാണ് പറയുക. ഞാനതുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഓർക്കാതെ പോലും പെൺപിള്ളേർക്കൊന്നും സുനാമി എന്നൊന്നും പേര് വിളിക്കരുത്. ഇവിടെ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ആദ്യമായി ഒരു ആൺകുഞ്ഞ് പിറക്കുമ്പോൾ ആ പിതാവ് ചിന്തിക്കുന്നു, ഇവൻ എന്ത് പേർ വിളിക്കണം. ദൈവാത്മാവ് ആ പിതാവിൻ്റെ ഹൃദയത്തിൽ ശക്തമായ പ്രേരണ നൽകുകയാണ്. നീ നിന്റെ മകനെ വിളിക്കുക മെഥൂശാലേഹ്. മെഥൂശാലേഹ് എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം, when he will die then it shall be sent. അവൻ മരിക്കുമ്പോൾ അത് അയക്കപ്പെടും. അവൻ മരിക്കുമ്പോൾ അത് അയക്കപ്പെടും. അനധിവിദൂര ഭാവിയിൽ ദൈവം ഭൂമിയിലേക്ക് അയക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഏതോ മഹാസംഭവത്തിന്റെ താക്കീതാണ് മെഥൂശാലേഹ്. എന്തായിരുന്നു പിന്നീട് ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച ആ മഹാസംഭവം എന്നറിയണമെങ്കിൽ മെഥൂശാലേഹിന്റെ മരണശേഷമുള്ള ചരിത്രം വേദപുസ്തകത്തിന്റെ താളുകളിൽ പരിശോധിച്ചാൽ മതി. ആ സംഭവം മറ്റൊന്നുമല്ല, പാപത്തിന്റെ മ്ലേച്ഛത പെരുകി വർദ്ധിച്ച ആ കാലത്തെ നശിപ്പിക്കുവാൻ ദൈവം നോഹയുടെ കാലത്തയച്ച ന്യായവിധിയുടെ മഹാപ്രളയമായിരുന്നു ആ മഹാസംഭവം. വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചൊരിയപ്പെടാൻ പോകുന്ന ദൈവത്തിൻ്റെ മഹാകോപത്തെക്കുറിച്ചുള്ള, സമീപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള ലോകത്തോടുള്ള ദൈവത്തിൻ്റെ താക്കീതാണ് മെഥൂശാലേഹ്. അവൻ മരിക്കുമ്പോൾ അത് അയക്കപ്പെടും. ഈ സന്ധ്യയിൽ കൊട്ടാരക്കര കൺവെൻഷൻ പന്തലിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, മകന്റെ ജനനത്തിലൂടെ വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് അന്നത്തെ ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയ നീതിമാനായ ദൈവം ദൈവത്തിൻ്റെ ഓമന കുമാരൻ മുഖാന്തരം ഇനിയും ഈ ലോകം അഭിമുഖീകരിക്കാനിരിക്കുന്ന അന്ത്യ ന്യായവിധിയെക്കുറിച്ച് കൃത്യമായ താക്കീതുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രസംഗപീഠവും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മൈക്രോഫോണും ഇവിടുത്തെ സംവിധാനങ്ങളും നിങ്ങളും ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഇതിനേക്കാൾ യാഥാർത്ഥ്യമാണ് ഈ ലോകത്തെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത്. ലോകപ്രസിദ്ധ സുവിശേഷകനായ ഡോക്ടർ ബില്ലി ഗ്രഹാം, തിരുമേനി ഞാൻ ബില്ലി ഗ്രഹാമാണെന്നൊക്കെ പറഞ്ഞു, എങ്ങനെ ചേരും എന്ന് ഞാനും അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. ഈ വിശുദ്ധൻ ചില നാളുകൾക്ക് മുമ്പ് യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ പാപം അഴിഞ്ഞാടുന്ന അമേരിക്കയുടെ തെരുവുകളിലേക്ക് നോക്കി വിലപിച്ചുകൊണ്ട്
അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഈ അധർമ്മത്തിന്റെ നേരെ, അനീതിക്കു നേരെ നീ കണ്ണടച്ചാൽ സോദോമിനോടും ഗൊമോറയോടും നീ പോയി മാപ്പ് പറയേണ്ടി വരും എന്നാണ് ആ വിശുദ്ധൻ അങ്ങ് പറഞ്ഞത്. പാപത്തിൻ്റെയും അശുദ്ധിക്കും അധർമ്മത്തിൻ്റെയും നേരെ ദൈവം കണ്ണടച്ചാൽ സോദോം ഗൊമോറയോട് അവൻ ചെന്ന് മാപ്പ് പറയേണ്ടി വരുമത്രേ. ഈ രാത്രി സഹോദരങ്ങളെ, എൻ്റെ ദൈവം അങ്ങനെ ചെയ്ത ഒരു കാര്യത്തിന് പിന്നീട് മാപ്പ് പറയേണ്ട ഒരു ബലഹീനനല്ല. അവൻ പാപിയെ ആഴമായി സ്നേഹിക്കുന്ന ദൈവം. പക്ഷേ പാപവുമായി അശുദ്ധിയുമായി അവൻ ഒരു കോംപ്രമൈസും ഉള്ളവനല്ല എന്ന് നാം ഈ രാത്രി തിരിച്ചറിയണം. ഹാനോക്കിന്റെ തലമുറയ്ക്ക് ദൈവം നൽകിയ മുന്നറിയിപ്പ്, അവൻ മരിക്കുമ്പോൾ അത് അയക്കപ്പെടും. ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനോടുള്ള ഹാനോക്കിന്റെ അർത്ഥപൂർണമായ പ്രതികരണം, ആ പ്രതികരണത്തെക്കുറിച്ചാണ് നാം വായിച്ചത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അവിടെ ചോദ്യം നമ്മുടെ മുമ്പിൽ വരികയാണ്, ഹാനോക്കിന് എങ്ങനെ ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയും? പാപിയായ മനുഷ്യന് പാവനനായ ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയുന്നത് എങ്ങനെ? ഇതെല്ലാ കാലങ്ങളിലുമുള്ള ചിന്താശീലരായ മനുഷ്യരെ വല്ലാതെ മഥിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷേ ദൈവവചനം വളരെ തെളിവായി പറയുന്നു, ഏതൊരു മനുഷ്യനും ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമന്യേ ഏതൊരുവനും ഈ നീതിമാനും വിശുദ്ധനുമായ ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയും. എങ്ങനെയാണിത് സാധ്യമാകുക? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേലിലെ പ്രഗത്ഭനായ പ്രവാചകൻ ആമോസ് എല്ലാ കാലത്തും പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ആ ചോദ്യം നാം ഇങ്ങനെ കാണുന്നു: 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാമോ എന്നാണ് ആ ചോദ്യം. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാമോ? അപരിചിതരായ 2 വ്യക്തിത്വങ്ങൾ ഒന്നിച്ച് കുറെ ദൂരം നടക്കണമെങ്കിൽ നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർ തമ്മിൽ അറിയണം, അവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടാകണം. ഇത് കേവലം ലോകന്യായം മാത്രമാണ്. പക്ഷേ നീതിമാനും വിശുദ്ധനുമായ ദൈവത്തോടു കൂടെ പാപിയും അശുദ്ധനുമായ മനുഷ്യന് നടക്കണമെങ്കിൽ ദൈവത്തെക്കുറിച്ച് അവന് ലഭിച്ചിട്ടുള്ള ചില അറിവുകളുടെയോ ചില ധാരണകളുടെയോ വെളിച്ചത്തിൽ മാത്രം അവന് ദൈവത്തോടു കൂടെ നടക്കാൻ കഴിയുകയില്ല. മറിച്ച് ദൈവവുമായി അവൻ അനുരഞ്ജനത്തിലേക്ക് വരേണ്ടതിൻ്റെ ആവശ്യമുണ്ട് എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പാപം നിമിത്തം ദൈവത്തോട് ശത്രുവായി തീർന്ന മനുഷ്യൻ, ദൈവം മനുഷ്യനോടല്ല ശത്രു ആയത്, പാപം മനുഷ്യനെ ദൈവത്തോട് ശത്രുതയിലാക്കി. ഈ ശത്രുത മാറി ദൈവത്തോട് അനുരഞ്ജനപ്പെടുന്ന ഒരുവന് മാത്രമേ ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയുകയുള്ളൂ. ഹാനോക്കിന്റെ കാലത്ത്, പഴയ നിയമകാലത്ത് മനുഷ്യൻ ദൈവത്തോട് അനുരഞ്ജനപ്പെട്ടിരുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഉയർത്തപ്പെടുന്ന ഒരു യാഗപീഠത്തിലൂടെയാണ്. ആ യാഗപീഠത്തിന്മേൽ അർപ്പിക്കപ്പെടുന്ന ഒരു മൃഗത്തിൻ്റെ രക്തത്തിലൂടെയാണ് മനുഷ്യൻ ദൈവത്തോട് അനുരഞ്ജനപ്പെട്ടിരുന്നത്. ഈ രാത്രി ഞാൻ അതിലെ വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ശത്രുക്കളായ മുഴുവൻ മനുഷ്യവർഗത്തെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാൻ ദൈവത്താൽ ഒരിക്കലായി ഉയർത്തപ്പെട്ട ഒരു ജീവനുള്ള യാഗപീഠത്തെക്കുറിച്ച് തിരുവചനം നമ്മോട് പറയുന്നുണ്ട്. ആ ജീവനുള്ള യാഗപീഠം കാൽവറിയിൽ
ദൈവമുയർത്തിയ യേശു കർത്താവിൻ്റെ ക്രൂശാണ് ദൈവത്തോടുള്ള അനുരഞ്ജനത്തിൻ്റെ രാജപാത സ്വർഗം വെട്ടി തുറന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെയാണ് എന്ന് തിരുവചനം അസന്നിഗ്ധമായി പറയുകയാണ്. ഹല്ലേലൂയ. ധന്യനായ പൗലോസ് ശ്ലീഹ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൽ യേശുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അനന്തമായ സാധ്യതകളെ വിശകലനം ചെയ്യുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്: നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നാം നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. നാം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ പുത്രന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നിരിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ഈ സന്ധിയിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ പറയട്ടെ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ പരമയാഗത്തിൽ വ്യക്തിപരമായി വിശ്വസിച്ച് അംഗീകരിച്ച് ദൈവത്തോടുള്ള ശത്രുത നീങ്ങി നിരപ്പ് പ്രാപിച്ചിട്ടില്ലാത്ത ഏതൊരു മനുഷ്യൻ, അവൻ എത്ര ഉന്നതനായാലും, അവൻ നിരന്തരമായി സർവശക്തനായ സൃഷ്ടിതാവായ ദൈവത്തോടുള്ള യുദ്ധത്തിലാണ് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. ഈ രാത്രി സ്നേഹിത സഹോദരി, യുദ്ധത്തിൻ്റെ ആയുധം താഴെ വെച്ച് ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഓടിച്ചെന്ന് അവൻ ക്രൂശിലെ തൻ്റെ മരണത്തിലൂടെ തുറന്ന അനുരഞ്ജനത്തിൻ്റെ വഴിയെ ചെന്ന് ഈ സ്വർഗീയ പിതാവിനോട് നിരപ്പ് പ്രാപിച്ച് അവനോട് ചേർന്ന് നടക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. എങ്ങനെ ഈ റിക്കൺസിലിയേഷൻ, ഈ നിരപ്പ് നമുക്ക് അനുഭവിക്കാം, എൻജോയ് ചെയ്യാം എന്ന അതേ അധ്യായത്തിൻ്റെ ആദ്യ വാക്യം നമ്മോട് പറയുന്നുണ്ട്. റോമർ 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്നാണ് അവിടെ നാം വായിക്കുന്നത്. അവിടെ സമാധാനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് നിരപ്പ്, റിക്കൺസിലിയേഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. വിശ്വാസത്താൽ. 2-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സ്വേച്ഛാധിപതിയായിരുന്ന ഹിറ്റ്ലറുടെ പീഡനങ്ങൾ വാങ്ങി മരിക്കേണ്ടി വന്ന നിർദോഷികളായ മനുഷ്യരുടെ സംഖ്യ ലക്ഷോപലക്ഷമാണ്. ഏതാണ്ട് 60 ലക്ഷത്തോളം യഹൂദന്മാരെ മാത്രം ഹിറ്റ്ലർ കൊന്നൊടുക്കി എന്നാണ് ചരിത്രം പറയുന്ന കണക്ക്. ആ കാലത്ത് പോളണ്ടിലെ ഓൾഷ്വിറ്റ്സ് എന്ന നഗരത്തിൽ യുദ്ധത്തടവുകാരെ പാർപ്പിച്ചിരുന്ന ഒരു ക്യാമ്പിൽ നിന്ന് പീഡനം കൊണ്ട് സഹികെട്ട ഒരു തടവുകാരൻ അധികാരികളുടെ കണ്ണുവെട്ടിച്ച് എങ്ങനെയോ രക്ഷപ്പെട്ടു. ചില ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അധികാരികൾക്ക് കാര്യം പിടികിട്ടുന്നത്. ഒരുവൻ തങ്ങളെ കബളിപ്പിച്ച് തടവ് ചാടി രക്ഷപ്പെട്ടിരിക്കുന്നു. അവർ കൂടിയാലോചിച്ച് ഒരുവൻ രക്ഷപ്പെട്ടതിൻ്റെ കുറ്റം മുഴുവൻ അവിടെ ശേഷിച്ചിരുന്ന മറ്റ് തടവുകാരിൽ ചുമത്തി. ഒരു പ്രത്യേക ശിക്ഷാരീതി അവർ തീരുമാനിച്ചു. ആകെയുള്ള തടവുകാരിൽ നിന്ന് 10 പേരെ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവരെ മരണത്തിന് വിട്ടയക്കുക. ഭക്ഷണപാനീയങ്ങൾ നൽകാതെ പട്ടിണിയിലേക്ക് തള്ളിവിട്ട് ഒടുവിൽ കടുത്ത പട്ടിണിയോട് പടപൊരുതി നിർജ്ജലീകരണം സംഭവിച്ച തടവുകളിൽ മരിക്കാൻ വിധിക്കുക. അങ്ങനെ തെരഞ്ഞെടുത്ത 10 പേർ
മാറ്റപ്പെട്ടു. അവരിൽ ഒരുവൻ, അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ഗയോവനിച്ചക് എന്നാണ്. അദ്ദേഹം ഈ അധികാരികളുടെ കാലിൽ വീണ് പറഞ്ഞു, ദയവായി എന്നോട് ദയ കാട്ടണം, ഞാനൊരു നിരപരാധിയാണ്. ഭാര്യയും മക്കളും വയോധികരായ മാതാപിതാക്കളുമുള്ള ഒരു വലിയ കുടുംബത്തിൻ്റെ ഏക ആലംബമാണ് ഞാൻ. എന്നെ വിട്ടയക്കണം എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ആദ്യമേ ഈ മനുഷ്യൻ്റെ നിലവിളിക്ക് അധികാരികൾ ചെവി കൊടുത്തില്ല. ഇദ്ദേഹം നിർത്താതെ നിലവിളിക്കുന്നത് കേട്ട് അല്പം അനുകമ്പ തോന്നിയ ആ അധികാരികളുടെ തലവൻ, അയാൾ പറഞ്ഞു, ഗയോവനിച്ചക്കിനെ ഞങ്ങൾ വിട്ടയക്കാം, പക്ഷേ അദ്ദേഹത്തിന് പകരം മരണം ഏറ്റുവാങ്ങാൻ ഞങ്ങൾക്ക് പുതിയ ഒരാളെ വേണം. അതാരാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളിൽ ഒരാൾ സ്വമനസ്സോടെ അതിന് മുന്നോട്ട് വന്നാൽ ഗയോവനിച്ചക്കിനെ ഞങ്ങൾ വിട്ടയച്ചേക്കാം. തടവുകാർക്കിടയിൽ മൂകത പരന്നു. ആരാണ് ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് തയ്യാറാവുക? അല്പം കഴിഞ്ഞപ്പോൾ അവർക്കിടയിൽ നിന്നൊരു മനുഷ്യൻ മുന്നോട്ട് നടന്നു ചെന്നു. ആളുകൾ ശ്രദ്ധിച്ചു നോക്കി. ഫാദർ മാക്സ്മില്ലൻ കോൾബെ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക വൈദികനായിരുന്നു അദ്ദേഹം. ഫാദർ കോൾബെ മുന്നോട്ട് ചെന്നിട്ട് അധികാരികളോട് പറഞ്ഞു, ഗയോവനിച്ചക്കിനെ വിട്ടയച്ചേക്കുക, അദ്ദേഹത്തിന് പകരം ഞാൻ മരണം അനുഭവിച്ചു കൊള്ളാം. എൻ്റെ മാതാപിതാക്കൾ വളരെ നേരത്തെ മരണപ്പെട്ടു പോയി. കത്തോലിക്ക പുരോഹിതനായത് കാരണം വിവാഹം കഴിക്കാനും പറ്റിയില്ല. പ്രാരാബ്ദങ്ങളൊന്നും എനിക്കില്ല. അദ്ദേഹത്തെ വിട്ടയച്ചേക്കുക, അദ്ദേഹത്തിന് പകരം ഞാൻ മരണം സ്വീകരിക്കാം. ഗയോവനിച്ചക്ക് സ്വതന്ത്രനായി വിട്ടയക്കപ്പെട്ടു. ഫാദർ മാക്സ്മില്ലൻ കോൾബെ ഓട്സ്വിറ്റ്സ് നഗരത്തിലെ ആ തടവുകാരുടെ ക്യാമ്പിൽ നിരന്തരമായ പട്ടിണിക്ക് വിധേയനായി തൻ്റെ ജീവൻ വെടിഞ്ഞു. വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. 1980 അന്നത്തെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയുടെ വിശ്വാസമനുസരിച്ച് ഈ ഫാദർ മാക്സ്മില്ലൻ കോൾബെയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയുണ്ടായി. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ നടന്ന ഭക്തി നിർഭരമായ ഈ നാമകരണ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥനാപൂർവം പങ്കെടുക്കുകയാണ്. അന്ന് ആ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാൻ അങ്ങ് പോളണ്ടിൽ നിന്ന് വയോധികനായൊരു മനുഷ്യൻ വത്തിക്കാനിൽ വന്നിരുന്നു. സാക്ഷാൽ ഗയോവനിച്ചക്. ദൈവാലയത്തിൻ്റെ ഗാലറിയിൽ മറ്റു വിശ്വാസികൾക്കിടയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. വിശുദ്ധ കുർബാന മധ്യേ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഫാദർ മാക്സ്മില്ലൻ കോൾബെയുടെ ഒരു ലഘു ജീവചരിത്രം ഒരു വൈദികൻ അൾത്താരയിൽ നിന്ന് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അദ്ദേഹം എവിടെ, എന്ന്, ആരുടെ മകനായി ജനിച്ചുവെന്നും, എന്ന് പൗരോഹിത്യം സ്വീകരിച്ചുവെന്നും, എവിടെയൊക്കെ ശുശ്രൂഷ അനുഷ്ഠിച്ചുവെന്നും, എന്തുകൊണ്ട് തിരുസഭ തന്നെ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തുന്നു എന്നും മറ്റുമുള്ള വിവരങ്ങൾ അടങ്ങുന്ന ഈ ലഘു ജീവചരിത്രം വായിച്ച് പ്രധാന സംഭവത്തിൻ്റെ ഭാഗത്തെത്തി. 1944 ജൂലൈ മാസം 30-ാം തീയതി പോളണ്ടിലെ ഓഷ്വിറ്റ്സ് നഗരത്തിൽ ഉണ്ടായിരുന്ന തടവുകാരുടെ ക്യാമ്പിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗയോവനിച്ചക് എന്ന പേരുള്ള അപരിചിതനായ അജ്ഞാതനായ മറ്റൊരു തടവുകാരന് പകരം മരിക്കാൻ സ്വമനസാ തൻ്റെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത മഹാത്യാഗത്തിൻ്റെ പേരിൽ ഫാദർ മാക്സ്മില്ലൻ കോൾബെയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാൻ സഭ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഭാഗം വായിക്കുമ്പോൾ ഗാലറിയിലിരുന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന ഗയോവനിച്ചക്കിനതിൻ്റെ വികാരം അടക്കാൻ കഴിയുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവത്തിലേക്ക് ആ വൃദ്ധന്റെ ഓർമ്മ മടങ്ങിപ്പോയി.
തനിക്ക് വേണ്ടി മരണശിക്ഷ ഏറ്റുവാങ്ങാൻ ധീരനായി മുന്നോട്ട് നടന്നു വരുന്ന നിരപരാധിയായ മാക്സിമിലിയൻ കോൾബെ എന്ന ആ പട്ടക്കാരൻ്റെ മുഖം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ തെളിയുമ്പോൾ സകല നിയന്ത്രണങ്ങളും വിട്ട് ആളുകൾക്കിടയിൽ ഇരുന്ന് അയാൾ അല്പം ഉറക്കെ അങ്ങ് കരയാൻ തുടങ്ങി. തങ്ങളുടെ നടുവിലിരുന്ന് ആരോ ഒരാൾ കരയുന്നത് കണ്ട് അടുത്തിരുന്നയാൾ ആ തോളിൽ മെല്ലെ ഒന്ന് തട്ടിയിട്ട് ചോദിച്ചു, എന്താ അപ്പച്ച, എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിങ്ങലുകൾക്കിടയിൽ ഗയോവിനിച്ചക്ക് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, ഹീ ഡൈഡ് ഫോർ മീ. അവൻ മരിച്ചത് എനിക്ക് വേണ്ടി ആയിരുന്നു. ഇന്ന് രാത്രി ദൈവവചനത്തിന് മുമ്പിൽ ചേർന്നിരിക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ മഹാത്യാഗത്തിന് പകരം വെക്കാൻ ഇതെന്നല്ല, ഈ ലോക ചരിത്രത്തിൽ ഒരു സംഭവങ്ങളും പര്യാപ്തമല്ല. പക്ഷെ ഇന്ന് രാത്രി ആയിരിക്കുന്ന ഇടത്ത് ഇരുന്നു കൊണ്ട് നിന്നുകൊണ്ട് കാൽവരിയുടെ നിറകിൽ ഉയർത്തപ്പെട്ട ക്രൂശിതന്റെ മുഖത്തേക്ക് വിശ്വാസത്തിന്റെ കണ്ണുയർത്തി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നീ അത് പറയുമെങ്കിൽ, കർത്താവേ നീ എനിക്കായി മരിച്ചു എന്ന് നീ വിശ്വാസത്തോടെ പറയുമെങ്കിൽ, ഹല്ലേലൂയ, ഈ രാത്രിയിൽ സ്വർഗത്തെ നീ സ്പർശിക്കുകയാണ്. പിതാവ്, ദൈവപിതാവിനെ നീ സ്പർശിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവത്തോട് അനുരഞ്ജനപ്പെട്ട ഹാനോക്ക് വചനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തോടുള്ള അനുരഞ്ജനം വെളിപ്പെടേണ്ടത് സഹോദര ബന്ധത്തിലാണ്, സഹജീവികളോടുള്ള ബന്ധത്തിലാണ്. വളരെ പരിചിതമായ വേദഭാഗമാണ്. യേശു കർത്താവിൻ്റെ മാളികമുറി പ്രഭാഷണത്തിൻ്റെ ഭാഗമാണല്ലോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വഴിപാട് കഴിക്കാൻ വരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ട് എന്നവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് പോയി സഹോദരനോട് നിരന്നു കൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്ക. ഈ രാത്രി കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ ആത്മിക പ്രബുദ്ധരായ വിശ്വാസ സമൂഹമേ, ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ യാഗപീഠത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ നേരെ വരുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ആ ചോദ്യം നിന്റെ സഹോദരൻ എവിടെ എന്നുള്ള ചോദ്യമാണ്. അഭിമന്യ തിരുമേനി പ്രാരംഭമായി പരിശുദ്ധാത്മ നിയോഗത്തിൽ ഇവിടെ പറഞ്ഞ വാക്കുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവനുള്ള ദൈവത്തോടെ ക്രൂശിലൂടെ നിരപ്പ് പ്രാപിച്ച ഒരാൾക്ക് സഹോദര ബന്ധങ്ങളിലെ വിള്ളലുകൾ അവയ്ക്കു നേരെ കണ്ണടയ്ക്കാൻ ഒരു കാലത്തും കഴിയുകയില്ല. ബന്ധങ്ങളുടെ സൗഖ്യമാണ് അനുരഞ്ജനം. ആ സൗഖ്യത്തിലേക്കുള്ള വഴിയാണ് കാൽവറിയിലെ ക്രൂശ്. അഭിമന്യ തിരുമേനി പറഞ്ഞല്ലോ, ക്ഷമിക്കാത്ത ഒരനുരഞ്ജനവും ഇല്ല. പൗലോസ് ഓർപ്പിക്കുന്നത് ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ, ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ ഈ രാത്രി തിരുവചനത്തിന് മുമ്പിൽ
എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കണം, എങ്ങനെയുണ്ട് നമ്മുടെ ബന്ധങ്ങൾ? നേരിട്ട് കണ്ടതാണ്, ഇന്നും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ചിത്രം വരെ മനസ്സിലുണ്ട്. വളരെ നാളുകൾ പരിചയമുള്ള ഒരു സ്നേഹിതൻ, എന്നേക്കാൾ വളരെ മൂത്ത ഒരു സഹോദരനാണ്. മരണപ്പെട്ടു എന്നറിഞ്ഞ് ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞു, ശരീരം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ ഹോസ്പിറ്റൽ മോർച്ചറിയുടെ വാതിൽക്കൽ ചെല്ലുമ്പോൾ ഈ ശരീരവുമായി ആംബുലൻസ് കയറി വരുന്നു. അവിടെ ഇറക്കി വെച്ചു. ഇടവക പട്ടക്കാരൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ആശുപത്രിയുടെ വാതിൽക്കൽ ഒരു വലിയ നിലവിളിയുടെ ശബ്ദം. മരണപ്പെട്ടയാളിൻ്റെ ഇളയ സഹോദരൻ വരികയാണ്. 20-ലേറെ വർഷങ്ങളായി ഈ ജ്യേഷ്ഠനോട് ഒന്നുരിയാടിയിട്ട്. ബാങ്കിൽ നിൽക്കുമ്പോൾ ആരോ മരണവിവരം അറിയിച്ചു. വീട്ടിൽ അന്ന് അദ്ദേഹം മൊബൈൽ ഫോൺ എടുത്തില്ല. വീട്ടിൽ ചെന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്നറിയാൻ കോൾ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഈ മരണപ്പെട്ട തൻ്റെ കൂടപ്പിറപ്പിൻ്റെ 4 മിസ്ഡ് കോളുകൾ ആ ഫോണിലുണ്ട്. പരാക്രമം പിടിച്ചോടി വരികയാണ് കൂടപ്പിറപ്പുമായി അനുരഞ്ജനപ്പെടാൻ. ഈ രാത്രിയിൽ ഞാൻ നിങ്ങളെ ആരെയും പേടിപ്പിക്കുകയല്ല, ഭീഷണിപ്പെടുത്തുകയല്ല. ദൈവസന്നിധിയുടെ വിശുദ്ധ യാഗപീഠത്തിന് മുമ്പിൽ നെഞ്ചിൻ്റെ നേരെ വരുന്ന ചോദ്യം, സഹോദരൻ എവിടെ എന്നാണ്. ഹാനോക്കിൻ്റെ ജീവിതം അർത്ഥപൂർണമായി വിജയകരമായി തീരാനുള്ള പ്രധാന കാരണം അതാണ്. അവൻ ദൈവത്തോട് അനുരഞ്ജനപ്പെട്ട് ദൈവത്തോട് കൂടെ നടന്നവനാണ്. പറയട്ടെ, ഒറ്റ വാക്കിൽ സാക്ഷ്യം. കഴിഞ്ഞ 42-ലേറെ വർഷങ്ങളായി ഈ ക്രൂശിലൂടെ ദൈവത്തോട് അനുരഞ്ജനപ്പെട്ട് അവൻ്റെ വഴിയിലൂടെ നടക്കാൻ സ്വർഗത്തിലെ ദൈവം ബലഹീനനായ എന്നോട് കരുണ ചെയ്തതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഈ മഹായോഗത്തിന് മുന്നിൽ ദൈവത്തിൻ്റെ വചനവുമായി ഞാൻ നിൽക്കാൻ കാരണം. അത് മാത്രമാണ് ഈ വചനം പ്രസംഗിക്കാനുള്ള എൻ്റെ ഏക യോഗ്യത. ഒരു വാചകം കൂടെ ചേർത്ത് പറയാമെങ്കിലേ ഈ ആദ്യ വാചകം പൂർണ്ണമാകൂ. 42ഓളം വർഷങ്ങളായി കർത്താവിനോട് ചേർന്ന് നടക്കുന്നത് കൊണ്ട് ജീവിതത്തിൻ്റെ അനുഭവങ്ങളെല്ലാം സുഖകരമായിരുന്നെന്നോ, എല്ലാം നേട്ടങ്ങളായിരുന്നെന്നോ, എല്ലാം ലാഭങ്ങളായിരുന്നെന്നോ എനിക്ക് പറയാൻ കഴിയുകയില്ല. കഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അഭിമാനത്തോടെ വചനമുയർത്തിപ്പിടിച്ച ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി എനിക്കൊന്ന് പറയാൻ കഴിയും. നടന്നു വന്ന വഴികൾ അനുകൂലമായാലും പ്രതികൂലമായാലും എൻ്റെ ഉടയവനൊപ്പമുണ്ടായിരുന്നു. അവൻ എൻ്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ രാത്രി സഹോദരങ്ങളെ, ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു ജീവിതമാണോ നമ്മുടേത്? ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുകയാണ്. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കേണ്ട സമയത്തോട് വളരെ സമീപിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാരണം നാം വായിച്ച വാക്യത്തിൽ പറയുന്നു, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. He pleased God. എങ്ങനെയാ ദൈവത്തെ പ്രസാദിപ്പിക്കുക? വളരെ വിശദീകരിക്കേണ്ടതുണ്ട്, പക്ഷേ അതിന് തുനിയുന്നില്ല. എബ്രായ ലേഖനത്തിൽ നിന്ന് തന്നെ 2 വാക്യങ്ങൾ, 13-ാം അധ്യായത്തിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പര്യാപ്തമായ 2 യാഗങ്ങൾ.
ഒന്നാമത്തെ യാഗത്തിൻ്റെ പേര് അധരഫലം എന്ന സ്തോത്രയാഗമാണ്. എന്താ ഇത്? കൊട്ടാരക്കരക്കാരോട് ഇതിനെപ്പറ്റി പറയേണ്ട യാതൊരു ആവശ്യമില്ല എന്നെനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. അധരഫലം എന്ന സ്തോത്രയാഗം 5 പൈസ പോലും മുടക്കില്ലാത്ത, ആർക്കും കഴിക്കാവുന്ന, ദൈവം പ്രസാദിക്കാവുന്ന ഒരു യാഗം. എന്താ ഇത്? അയ്യോ, വാ തുറന്നുച്ചത്തിൽ ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് പറയണമെന്നേ അതിനർത്ഥമുള്ളൂ. 2025 ഭദ്രാസന കൺവെൻഷനിൽ വന്നിരിക്കാൻ ആയുസ് നീട്ടിത്തന്ന സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി പറയാതെ ഇങ്ങനെ മൗനമായിരിക്കാൻ നമുക്കെങ്ങനെ കഴിയും? ഹല്ലേലൂയ! ഭക്തൻ പറഞ്ഞു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ പന്തലിൻ്റെ കീഴിലിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാനുള്ള ഏറ്റവും ഒടുവിലത്തെ കാരണം, ഇപ്പോ അകത്തോട്ട് വലിച്ചിട്ട് പുറത്തോട്ട് വിട്ട ആ പ്രാണവായു ഉണ്ടല്ലോ, അത് മാത്രം മതി ദൈവത്തെ സ്തുതിക്കാൻ. ഹല്ലേലൂയ! ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ആയിരിക്കുന്നത്, ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ ജീവിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ് എന്നുറപ്പായി വിശ്വസിക്കുന്നവർക്ക് മാത്രം അവരുടെ കരങ്ങളെ ഉയർത്തി ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഒന്നാമത്തെ യാഗം ഒട്ടും ചെലവില്ലാത്തതാണ്, പക്ഷേ അടുത്ത യാഗം വളരെ ചെലവുള്ളതാണ്. എന്താ അടുത്ത യാഗം? നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഈ വാക്യം ഈ കൊട്ടാരക്കര അടുത്തൊരു ദൈവാലയത്തിൽ ഒരിക്കൽ വായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കൊയറിൽ പാടുന്ന ഒരു പെൺകുട്ടി മൈക്കിൽ കൂടെ ഉറക്കെ വായിച്ചു. മറ്റ് കൂടെ വായിച്ചവരെ തോൽപ്പിക്കാനുള്ള പരാക്രമത്തിനിടയിൽ വായനയിൽ രസകരമായൊരു തെറ്റുപറ്റി. ഇങ്ങനെയായിരുന്നു: നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഇടവക യോഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് എന്നാണ് ആ കൊച്ചു വായിച്ചത്. ഇടവക യോഗത്തിലല്ല, ഇടവക യോഗങ്ങൾ കൂടെ ദൈവം പ്രസാദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ വക യാഗത്തിൽ നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ, സമയം അതിനനുവദിക്കുന്നില്ല. ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചിലരുടെ കണ്ണുനീരൊപ്പാൻ, ചിലർക്ക് സാന്ത്വനമേകാൻ നമ്മളെ കഴിയുന്ന കരുതലിൻ്റെ, കൂട്ടായ്മയുടെ, പങ്കുവെക്കലിൻ്റെ യാഗം. ഒരു കാര്യം പറയട്ടെ, അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കേണ്ടത് ദൈവത്തിനാണെങ്കിൽ, നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതും സഹജീവികൾക്കാണ്, സഹോദരങ്ങൾക്കാണ്. ദൈവത്തെ ആരാധിച്ചും സഹജീവികൾക്ക് നന്മ ചെയ്തും ദൈവത്തിന് പ്രസാദകരമല്ല ആ ജീവിതം നയിക്കാത്ത ഏതൊരു ജീവിതത്തെയും വരുവാനുള്ള ചരിത്രം എഴുതി ചവറ്റുകൊട്ടയിൽ തള്ളും, യാതൊരു സംശയവും വേണ്ട. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നവനാണ്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചവനാണ്. യൂദാ പറയുന്നു ഹാനോക്കിൻ്റെ പ്രവചനത്തെക്കുറിച്ച്, കർത്താവ് 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചവനാണ് ഹാനോക്ക് എന്ന് യൂദായുടെ ലേഖനം 14-15 വാക്യങ്ങൾ നാം വായിക്കുന്നു. ഞാനിപ്പോൾ വായനയിലേക്ക് പോകുന്നില്ല, ആ വാക്യത്തെ സ്പർശിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ഈ ലോക ജീവിതത്തിനപ്പുറത്തുള്ള അതിനായി കാത്തിരുന്നവനും ആ മഹാസംഭവത്തെക്കുറിച്ച് താൻ ജീവിച്ച തലമുറയോട് പ്രസംഗിച്ചവനുമാണ് ഹാനോക്ക് എന്ന് വചനം നമ്മോട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിക്കണം. അവിടെ പലരുടെയും ശവക്കല്ലറകൾ നമുക്ക് കാണാൻ കഴിയും. ആദാം തുടങ്ങി പലരെക്കുറിച്ചും ആവർത്തിച്ച് പറയുന്ന പ്രയോഗങ്ങൾ ജനിച്ചു, ജനിപ്പിച്ചു, പിന്നെ മരിച്ചു എന്നിങ്ങനെയാണ്. ജനിച്ചു, ജനിപ്പിച്ചു, പിന്നെ മരിച്ചു. ഞാൻ ചോദിക്കട്ടെ,
ഒരു മൃഗവും ഈ മനുഷ്യനും തമ്മിൽ എവിടെയോ ഒരു വ്യത്യാസം. മൃഗലോകത്തിലും ഈ പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അവർക്കിടയിൽ ഒരു മനുഷ്യനെ കുറിച്ച്, ദൈവത്തോടു കൂടെ നടന്ന, ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു മനുഷ്യനെ കുറിച്ച് ജനിപ്പിച്ചു, പിന്നെ മരിച്ചു എന്നല്ല വചനം പറയുന്നത്. അവൻ, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയുടെ നിഘണ്ടുവിലെ അവസാന വാക്ക് മരണം എന്നതല്ല. വിശ്വാസി മരണത്തെ നോക്കി യാത്ര ചെയ്യുന്നവനും അല്ല. അവന്റെ ജീവിതയാത്രയുടെ അന്തിമ ലക്ഷ്യം മരണത്തിനും സെമിത്തേരിക്കും കല്ലറയ്ക്കും ഒക്കെ അപ്പുറത്ത് കർത്താവ് ഒരുക്കുന്ന സ്വർഗീയ ഭവനമാണ്. അവിടമാണ് അവന്റെ പരമമായ ലക്ഷ്യം. ഈ രാത്രി കർത്താവേ, നിന്നോട് കൂടെ നടക്കാൻ, നിന്നെ പ്രസാദിപ്പിക്കാൻ, നിന്റെ വരവിനായി ഒരുങ്ങാൻ, ചിലരെ ഒരുക്കാൻ, അതിനായി ഞാൻ എൻ്റെ ജീവിതം വിനയപ്പെടുത്തുന്നു എന്ന് പ്രാർത്ഥിക്കാം. തലകളെ ദൈവസന്നിധിയിൽ ശാന്തമായി വണക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നവരാണല്ലോ. ഈ രാത്രിയും വലിയ വചനത്തിൻ്റെ ചിന്തകൾ എന്തെങ്കിലും പങ്കുവെച്ചു എന്ന് വിചാരിക്കുന്നില്ല. പലയാവർത്തി നാം ഇവിടെ തന്നെ കേട്ടുകഴിഞ്ഞ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഉണർത്തുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ഈ രാത്രി വചനത്തിൻ്റെ മുമ്പിൽ ശാന്തമായ ഒരു തീരുമാനമെടുക്കാൻ ഒരു നിമിഷം, കർത്താവേ, നിന്നോട് ചേർന്ന് നടക്കാൻ, ദൈവത്തോടും സഹോദരനോടും അനുരഞ്ജനപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിൽ ദൈവത്തോട് ചേർന്ന് നടക്കാൻ ഞാൻ എൻ്റെ ജീവിതം ഏൽപ്പിച്ചു തരുന്നു എന്ന് വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷം. അതിനായി ആഗ്രഹിക്കുന്നവർ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ, വളരെ പരിചയമുള്ളൊരു പഴയ പാട്ടിൻ്റെ ഒരു ചരണം പാടുകയാണ്. എൻ്റെ ആയുസ്സിൻ്റെ നാളെല്ലാം നീ പോയ വഴിയേ പോകുവാൻ ആശയോടെ യേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. വളരെ പരിചിതമായ ഒരു കോറസാണല്ലോ. ഈ വരികൾ പാടുമ്പോൾ കർത്താവേ, ഈ രാത്രിയിൽ, ഈ ദിവസങ്ങളിൽ കേട്ട വചനത്തിൻ്റെ മുമ്പിൽ അനുരഞ്ജനത്തിൻ്റെ വഴിയിൽ നിന്നോട് ചേർന്ന് നടക്കാൻ, ദൈവത്തോടും സഹോദരങ്ങളോടും അനുരഞ്ജനപ്പെട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് നിത്യതയ്ക്കു വേണ്ടി ഒരുങ്ങാൻ ഞാൻ എൻ്റെ ജീവിതം ഇതാ സമർപ്പിക്കുന്നു എന്ന് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ഈ കോറസ് പാടുമ്പോൾ പ്രാർത്ഥനയ്ക്കായി ആ സ്ഥാനങ്ങളിൽ ശാന്തമായി ഒന്ന് എഴുന്നേൽക്കുമോ? പ്രാർത്ഥിക്കാൻ പോവുകയാണ്.